മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. കടലിലേക്ക് വീണ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം രാത്രിയിലും മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടിരുന്നു. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ദൃശ്യങ്ങൾ ഭയാനകമാണ്. ഭാഗ്യം കൊണ്ട് തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടെ പലരും ഭാഗ്യം തുളയ്ക്കുന്നത് കൊണ്ടാണ് മുതലപ്പുഴയെ സംബന്ധിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന പലരും ജീവൻ കൊണ്ട് തിരിച്ചെത്തുന്നത്. അതിൻ്റെ ആവർത്തനമാണ് ഇന്നലെയും ഇന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രി ഒരു ബോട്ട് മറിയുന്നു, അതിലുണ്ടായിരുന്ന 3 പേർ നീന്തി രക്ഷപ്പെടുന്നു. ഇന്നാകട്ടെ ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിന് പോയ വലിയ ബോട്ട്, അത് പെരുമാതുറ സ്വദേശിയുടെ ബോട്ടാണ്. ആ ബോട്ടിൽ അവർ മത്സ്യബന്ധനത്തിന് പോകുന്നു. അപ്പോൾ ഈ തിരയുടെ ഗതി മനസ്സിലാക്കാൻ കഴിയാതെ വള്ളത്തിലുണ്ടായിരുന്ന വല അത് കടലിലേക്ക് വീഴുകയായിരുന്നു. ആ വല എടുക്കാൻ പോകുന്ന വഴിക്കാണ് ഈ അപകടമുണ്ടായത്. ദൃശ്യങ്ങൾ മാവ് സൂചിപ്പിച്ച പോലെ ഭയാനകമാണ്. ഇതേ ദൃശ്യങ്ങൾ തന്നെയാണ് കുറേ നാളുകളെ അവിടെ കാണുന്നത്. 2000 മുതൽ ഇങ്ങോട്ട് 73 പേരുടെ ജീവനാണ് നഷ്ടമായത്. എന്നാൽ ഇന്നത്തെ സംഭവം ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് 11 പേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. 11 പേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. 2 പേർക്ക് സാരമായ പരിക്കുകളുണ്ട്. 11 പേരും നിലവിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, രാഹുൽ ജി നാഥാണ് മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടായി. ബോട്ട് ശക്തമായ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. 11 പേരാണ് അതിലുണ്ടായിരുന്നത്. 11 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ആ ദൃശ്യങ്ങൾ.